ഒന്ന് കണ്ണ് ചിമ്മിയെങ്കിലും റയാൻഷിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പകൽ മുഴുവനും ഉറങ്ങി തീർത്തത് കൊണ്ടാവാം ആകെ ഒരു ചടപ്പ്. കണ്ണിങ്ങനെ അടച്ചും വെറുതെ കിടക്കുന്നേയുള്ളൂ, ഉറങ്ങുന്നില്ല. അതിലുള്ള മനസ്സിൽ മറ്റു പല പല കാര്യങ്ങളും ആലോചിച്ച് അങ്ങനെ കിടന്നു. ലച്ചുവിനെ സങ്കടം പറച്ചിലും അവളുടെയും ഹരിയുടെയും കഴിഞ്ഞ കാലവുമൊക്കെ അവൾ പറഞ്ഞത് ആലോചിച്ചാണ് അവന്റെ കിടപ്പ്. അമ്മയെക്കാളും അച്ഛനേക്കാളും ഒക്കെ മുകളിലാണ് അവൾക്ക് അവൾ കേട്ടെന്ന് നേരത്തെ മനസ്സിലായതാണ്. ഇപ്പൊ പൂർണ്ണമായും മനസ്സിലായി. അവളെ വളർത്തി വലുതാക്കി ഈ നിലയിൽ എത്തിച്ചത് അവനാണ്. ഓരോന്നൊക്കെ ആലോചിച്ച് കിടക്കെ ഹരി എന്ന സഹോദരനോട് റയാൻഷിന് ഒത്തിരി ഇഷ്ടം തോന്നി, ബഹുമാനം തോന്നി. കുറച്ച് കരച്ചിലും പിഴിച്ചിലും ഉണ്ടെങ്കിലും അവൻ അവന്റെ പെങ്ങളെ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയിട്ടുള്ളത്. ഒന്നിനും ഒരു കുറവില്ലാതെ ഒരു പൂച്ചക്കുട്ടിയെ പോലെ. റയാൻഷ് ഒരു ചിരിയോടെ അവന്റെ നെഞ്ചിൽ കിടക്കുന്നവളെ ഒന്നുകൂടെ വരിഞ്ഞു മുറുക്കി ആ തലമുടിയിൽ പതിയൊന്ന് ചുംബിച്ചു. ഹരിയെക്കുറിച്ച് ഓരോന്നൊക്കെ ആലോചിച്ച് കിടന്നതുകൊണ്ടാവാം വന്നിട്ട് അവനെ കണ്ടില്ലല്ലോ എന്ന ചിന്തയോടെ റയാൻഷ് ബെഡിൽ നിന്നും എഴുന്നേറ്റത്. ഒന്നനങ്ങിയ ലച്ചുവിനെ നേരെ പുതപ്പിച്ചു കൊടുത്ത ശേഷം അവൻ ബെഡിൽ നിന്നും ഇറങ്ങി. അഴിച്ചു വെച്ച ഷർട്ടിട്ട ശേഷം അവൻ പുറത്തേക്ക് നടന്നു. പോകുന്ന പോക്കിൽ അവൻ ഹരിയുടെ റൂമിന്റെ വാതിലക്കിലേക്ക് നോക്കി. അടഞ്ഞു കിടക്കുന്നുണ്ട്. ഒരിക്കൽ ലച്ചുവിനോട് സംസാരിക്കാൻ അവളെ റൂമിലേക്ക് വന്നപ്പോൾ ഹരി അവന്റെ റൂമിൽ നിന്ന് വരുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഹരിയുടെ റൂമാണെന്ന് അവൻ അറിയാം അങ്ങനെ നോക്കിയത്. പക്ഷെ അവൻ ആ റൂമിൽ ഉണ്ടാവില്ലെന്ന് ഹരിക്ക് ഉറപ്പുണ്ട്. ഊഹിച്ച പോലെ തന്നെ ഹരി താഴെ ഹാൾ സെറ്റിൽ കിടക്കുന്നുണ്ട്. ഹാളിലൊന്നും ആരുമില്ല. എല്ലാവരും ഉറങ്ങാൻ കിടന്നിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. പുറത്തെ വെളിച്ചത്തിൽ ഹാളിൽ സെറ്റിൽ കിടക്കുന്ന ഹരിയെ കണ്ടു. റയാൻഷ് അങ്ങോട്ട് നടന്നു. ഹരിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ സെറ്റിൽ അവനിരുന്നു. ആരോ നോക്കുന്ന പോലെ തോന്നിയതും ഹരി കണ്ണിന് മുകളിൽ വെച്ച് കൈ മാറ്റി തല ചെരിച്ചു നോക്കി. അവനെ തന്നെ നോക്കിയിരിക്കുന്ന റയാൻഷിനെ കണ്ടപ്പോൾ ഹരിയുടെ പുരികം ഒന്ന് ചുളിഞ്ഞു. ആ ചുളിഞ്ഞ മുഖത്തോടെ തന്നെ അവൻ സെറ്റിൽ നിന്നും എഴുന്നേറ്റും. നിറഞ്ഞ കണ്ണുകൾ റയാൻഷിൽ നിന്ന് തിരിച്ചു പിടിച്ചു തുടച്ചു. നീ ഉറങ്ങിയില്ലേ? ഉറങ്ങാ ഇപ്പൊ ഇവിടെ ഇരിക്കുവോ? തിരിച്ചുള്ള റയാൻഷിന്റെ ചോദ്യത്തിൽ ഹരി അവനെ ദേഷ്യത്തിൽ നോക്കി. ഇതാണ് വലതും മിണ്ടിയാലും പറഞ്ഞാലും കുഴപ്പം. നിർത്തിയും ഇരുത്തിയും അങ്ങ് അപമാനിച്ചു കളയും. വാ പൂട്ടുന്ന തരത്തിൽ. അത് കേട്ട് മിണ്ടാതിരിക്കാൻ കഴിയില്ല. വലതും പറഞ്ഞു പോകും. എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നത്? പോയി കിടന്നോടെ? റയാൻഷിന്റെ മുഖത്തേക്ക് നോക്കി ഹരി ചോദിക്കുമ്പോൾ റയാൻഷ് ഒന്ന് ചിരിച്ചു. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. ഒരേ ഒരു അളിയനെ ഇതുവരെയും കണ്ടില്ല. കാണാൻ വേണ്ടി ഇറങ്ങി വന്നതാ. നല്ലതാ. പറഞ്ഞതിനൊപ്പം ഹരി നല്ലതുപോലെ തലയിൽ നിളക്കി. രണ്ടുപേരുടെയും ചുണ്ടിൽ ഒരു ചെറുചിരി ഉണ്ടായിരുന്നു. ലച്ചു ഉറങ്ങിയോ? തൂക്കിയിട്ടിരുന്ന രണ്ട് കാലും സെറ്റിയിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് ഹരി ചോദിച്ചു. റയാൻഷ് ഒന്ന് മൂളിക്കൊടുത്തു. ഏട്ടൻ ഇവിടെ ഒറ്റയ്ക്കാകുമോ എന്ന സങ്കടത്തിലാണ്. റയാൻഷ് പറയുമ്പോൾ ഹരി ഒന്ന് ചിരിച്ചു. വേദനയിൽ കുതിർന്ന ഒരു ചെറുചിരി. അവനെ തന്നെ നോക്കിയിരിക്കുന്നവന് ആ വേദന മനസ്സിലാവുകയും ചെയ്തു. ജീവിതം ഇങ്ങനെയൊക്കെയല്ലേ? ആരും കൂടെയില്ലെന്ന് കരുതി ബാക്കിയുള്ളവർക്ക് ജീവിക്കണ്ടേ? റയാൻഷ് പറയുമ്പോൾ ഹരി ഒന്നും മിണ്ടിയില്ല. എന്തു മിണ്ടാനാണ്? ഈ വിഷയത്തിൽ അവരൊന്നും ആരോടും മിണ്ടാനില്ല. നിനക്ക് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്റെ ഫ്ലാറ്റിലേക്ക് മാറാം. ലച്ചുവിനെ കൊണ്ട് ഫ്ലാറ്റിലേക്ക് മാറണം എന്നൊരു ചിന്തയിലാണ് ഞാൻ. നീയും കൂടെ ഉണ്ടെങ്കിൽ ആ തീരുമാനം ഞാൻ വേഗത്തിലെടുക്കും. റയാൻഷ് ഗൗരവത്തിൽ പറഞ്ഞു നിർത്തുമ്പോൾ ഹരി വിശ്വസിക്കാൻ കഴിയാതെ അവനെ നോക്കി. ഒരിക്കൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. അതിന്റെ ഒരു ഞെട്ടിൽ ഹരി റയാൻഷിനെ മിഴിച്ചു നോക്കി. അതൊന്നും വേണ്ട. എനിക്കിവിടെ അത്ര പ്രയാസമൊന്നും ഉണ്ടാവില്ല. അച്ഛനും ആ സ്ത്രീയുമായിട്ട് ഞാൻ അത്ര നല്ല ബന്ധത്തിലൊന്നും ആയിരുന്നില്ല. വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരാള് അതുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. അതിന്റെ ഒരു സങ്കടം. അതൊക്കെ മാറും. ഹരി പറയുമ്പോൾ റയാൻഷ് പിന്നെ ഒന്നും മിണ്ടിയില്ല. 1-2 ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ മാറും. അതിനിപ്പോ നിങ്ങൾക്ക് രണ്ടുപേരും മാറി താമസിക്കൊന്നും വേണ്ട. മാറി താമസിച്ചാലും ഞാൻ വരില്ല. അഹങ്കാരം. ഹരി പറഞ്ഞു നിർത്തിയതും റയാൻഷ് പറഞ്ഞു. അതിന് ഹരി ഒന്ന് ചിരിച്ചു. പറയുന്ന ആൾക്ക് പിന്നെ ഒരു അഹങ്കാരവും ഇല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. നീ ചിരിക്കണ്ട. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എന്റെ വീട്ടിലേക്കാണ് നിന്നെ ഞാൻ വിളിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ മറുപടി ഞാൻ അംഗീകരിക്കും. പക്ഷെ വേറെ ഫ്ലാറ്റിലേക്ക് ഞാനും നിന്റെ പെങ്ങളും മാത്രമുള്ളിടത്തേക്ക് വിളിച്ചിട്ടും നീ വരില്ലെന്ന് പറയുമ്പോൾ അത് അഹങ്കാരം തന്നെയാണ്. ആയിക്കോട്ടെ, അഹങ്കാരം തന്നെയാണ്. ഞാൻ മാറ്റി പറയുന്നൊന്നുമില്ല. എനിക്ക് പറ്റില്ല, അത്രയുള്ളൂ. എനിക്ക് എന്റെ ചില ചിട്ടവട്ടങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാനില്ല. നീ നിന്റെ ഭാര്യയോട് ചോദിച്ചു നോക്ക്. അവളും പറയും ഞാൻ വരില്ലെന്ന്. എനിക്ക് പറ്റില്ല. ഹരി പറയുമ്പോൾ റയാൻഷ് ഒന്നും മിണ്ടിയില്ല. നിനക്ക് ദേഷ്യം തോന്നാൻ മാത്രം ഒന്നുമില്ല. എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ സമ്മതിക്കോ? ഇല്ല, സമ്മതിക്കില്ല. പിന്നെ ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലാണോ ഇരിക്കുന്നത്? റയാൻഷിന്റെ ആ മറുപടിയിൽ ഹരി ഒരു നിമിഷം ഒന്ന് മൗനം പാലിച്ചു. അത് 2 ദിവസം. ഇങ്ങനെ ഒരു സാഹചര്യമായതുകൊണ്ട് മാത്രം, അതും നിന്റെ ഭാര്യ ഓർത്തുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ നീ ഇവിടെ വന്ന് നിൽക്കോ? ഇല്ല, നിൽക്കില്ല. ഹരി അങ്ങനെ പറയുമ്പോൾ തിരുത്തി പറയാൻ റയാൻഷിനും കഴിഞ്ഞില്ല. ആ പറഞ്ഞു തന്നെയായിരുന്നു സത്യം. എന്നാ നീയും ഒരു കല്യാണം കഴിച്ചു. ഒറ്റയ്ക്കാണെന്ന ഫീൽ മാറിക്കിട്ടും.
കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം റയാൻഷ് പറയുമ്പോൾ ഹരി ഒന്ന് ചിരിച്ചു. ഇനിയിപ്പോൾ കുറച്ച് കഴിയട്ടെ. മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയൊക്കെ ഒന്ന് തുടങ്ങിയതായത്. ലക്ഷ്യവും പോയി. അച്ഛനോടും അവരോടും മിണ്ടാട്ടവുമില്ല. ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥ. അന്നേരം ചിന്തിച്ചാലും സ്വന്തമായി ഒരാളെ വേണമെന്ന്. ആരുമില്ലാത്ത പാവപ്പെട്ട വീട്ടിൽ ഒരു കുട്ടി, സ്വത്തും മുതലൊന്നും വേണ്ട, എന്നിലൂടെ ലോകം കാണുന്ന ഒരു പാവം കുട്ടി, എൻ്റെ ലച്ചുവിനെ പോലെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു കുട്ടി. ഹരി പറഞ്ഞു നിർത്തുമ്പോൾ റയാൻഷ് ഒന്നും മിണ്ടാതെ അവൻ തന്നെ നോക്കിയിരുന്നു. അവൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ അവൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതൊക്കെ അതുപോലെ തന്നെ നടക്കണേ എന്നാണ് റയാൻഷ് അന്നേരം പ്രാർത്ഥിച്ചത്. കുറച്ചു നേരം കൂടി അവിടെ ഇരുന്ന ശേഷം റയാൻഷ് സെറ്റിൽ നിന്നും എഴുന്നേറ്റു. ഹരി ആ സെറ്റിയിലേക്ക് മലർന്ന് കിടക്കുകയും ചെയ്തു. മങ്ങിയ വെളിച്ചത്തിൽ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്നവനെ നോക്കി കിടക്കുമ്പോൾ ഹരിയുടെ ഉള്ളിൽ സന്തോഷമായിരുന്നു. ഒറ്റയ്ക്കല്ലെന്ന ഒരു തോന്നൽ. നാളെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും മുന്നിൽ നിൽക്കാൻ അളിയനുണ്ടാകുമെന്നൊരു ധൈര്യം. ആ ധൈര്യം അവൻ ആ നിമിഷം മുതൽ ശക്തി പ്രാപിച്ചു തുടങ്ങുമായിരുന്നു. രാവിലെ ലച്ചു കണ്ണുകൾ തുറക്കുമ്പോൾ അടുത്ത് കിടക്കുന്നവൻ കമിഴ്ന്നു കിടന്ന നല്ല ഉറക്കാണ്. ഒരു നിമിഷം ഉറക്കം വിടാത്ത കണ്ണുകൾ കൊണ്ട് അവനെ നിന്ന് നോക്കിയ ശേഷം ലച്ചു എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി. കുളി കഴിഞ്ഞിറങ്ങുമ്പോഴും അവൻ ആ കിടപ്പ് കിടക്കുന്നുണ്ട്. ലച്ചു അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ വല്യമ്മമാരൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ പണിയിലാണ്. ലച്ചു അവരേക്കൊന്ന് നോക്കി അടുക്കളയിലേക്ക് കയറാൻ നിന്നതും അവരുടെ സംസാരം കേട്ട് അവൾ അവിടെ തന്നെ നിന്നും. ഇത് കഴിഞ്ഞിട്ട് വേണം അവിടെ പോയി വലതും വയ്ക്കാൻ. ഇവിടെയും അവിടെയും പാടെ ഓടി നടന്ന് വയ്യാതെയായി. അവിടെയുള്ളവർക്കൊക്കെ ഇവിടുന്ന് കഴിച്ചാൽ മതി. അതിങ്ങനെ ഒറ്റയ്ക്കൊന്ന് പറഞ്ഞ് കേൾക്കണ്ടേ. എന്നാ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? അതാകുമ്പോൾ ലച്ചുവിനും ഹരിക്കൊന്നും തോന്നില്ല. രാത്രി നമുക്ക് ഇവിടെ ഒന്ന് കഴിക്കാം. 2-3 ദിവസം കിടന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കാലോ. ഇപ്പൊ തന്നെ ഇവര് ഒറ്റയ്ക്കിട്ടാൽ അവർക്ക് സങ്കടാകും. ലച്ചു പോയ പിന്നെ ഹരി ഒറ്റയ്ക്കല്ലേ. അപ്പൊ അവൻ അവിടെ ഒന്ന് നിൽക്കട്ടെ. ഒറ്റയ്ക്കല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യാനാ? വല്യമ്മമാർ അവരുടെ അഭിപ്രായം പരസ്പരം പറയുമ്പോൾ ലച്ചു എല്ലാം കേട്ട് വാതിൽക്കൽ നിന്നും. അവരൊക്കെ അങ്ങനെ പറയുന്നത് സ്നേഹമില്ലാഞ്ഞിട്ടല്ലെന്ന് അവൾക്കറിയാം. സാഹചര്യം അങ്ങനെയാണല്ലോ. അവരും ഒരു കുടുംബമായി കഴിയുന്നവരല്ലേ. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഏട്ടത്തിക്ക് എന്താ ഹരി വീട് വിട്ട് അവിടെ ഒന്ന് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. അവൻ ഇവിടെ തന്നെ നിൽക്കും. അവൻ ഇങ്ങോട്ടും വരില്ല. ലച്ചു കുറച്ച് ദിവസം ഉണ്ടാവും. ആ പയ്യനൊന്ന് പോകുവോ അതോ നിൽക്കോ? എന്താ ചെയ്യാവോ? അത്രയും പറഞ്ഞിട്ട് വല്യമ്മ തിരിഞ്ഞ് ലച്ചുവിന്റെ മുഖത്തേക്കാണ്. പറഞ്ഞതൊക്കെ അവൾ കേട്ടിട്ടുണ്ടെന്ന് ആ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി. സങ്കടപ്പെടാൻ മാത്രം അധികമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ കേട്ടു നിൽക്കുന്നവൾക്ക് ആലോചിച്ചു കുട്ടി കരയാൻ അതൊക്കെ തന്നെ ധാരാളം. ആ മോൾ എഴുന്നേറ്റോ? റയാൻഷ് എഴുന്നേറ്റില്ലേ? ഇല്ല. നിറഞ്ഞു വന്ന കണ്ണുകൾ ആരും കാണാതെ തല താഴ്ത്തിയൊന്ന് തുടച്ചു നീക്കിക്കൊണ്ട് അവൾ അടുക്കളയിലേക്ക് കയറി. ആരും പിന്നെ അവിടെ സംസാരിച്ച വിഷയത്തെക്കുറിച്ച് മിണ്ടിയില്ല. ഇതാ ഈ കോഫി കുടിച്ചോ. ഒരു കപ്പിൽ വല്യമ്മ അവൾക്ക് നേരെ കോഫി നീട്ടി. ലച്ചു അത് വാങ്ങിയില്ല. എനിക്ക് വേണ്ട വല്യമ്മേ, കഴിച്ച ഉടനെ കോഫി കുടിക്കുന്ന ശീലമൊന്നുമില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് കുടിച്ചോളാം. അതും പറഞ്ഞുകൊണ്ട് ലച്ചു സിംഗിൾ കിടന്നിരുന്ന പാത്രങ്ങളുടെ അടുത്തേക്ക് നടന്നു. ഞാൻ കഴുകിക്കോളാം, മോള് ചെല്. വേണ്ട വല്യമ്മേ, ഞാൻ കഴുകിക്കോളാം. നിങ്ങൾ ബാക്കി ജോലി ചെയ്തോ, കുറച്ചൊക്കെ ഞാനും സഹായിക്കാം. ലച്ചു പറയുമ്പോൾ അവരാരും പിന്നൊന്നും മിണ്ടിയില്ല. എന്തോ അവരെ ഒത്തിരി കഷ്ടപ്പെടുത്തരുതെന്ന ഒരു തോന്നൽ. എല്ലാം അവർ തന്നെ ചെയ്തു തരും. പക്ഷേ അങ്ങനെയല്ലല്ലോ. നമുക്ക് കഴിയുന്നത് നമ്മളും ചെയ്യണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു മര്യാദ. പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷം കറിയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ശരിയാക്കിയും അതുണ്ടാക്കിയും അവിടെ എല്ലാത്തിനും ഒപ്പം കൂടി. വല്യമ്മ വേണമെങ്കിൽ അങ്ങോട്ട് പോയിട്ട് വാ, ഇവിടെ ഞാനുണ്ടല്ലോ. ഇനിയുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം. വല്യമ്മമാരൊക്കെ പോയിട്ട് അവിടുത്തെ കഴിഞ്ഞ ശേഷം ഇങ്ങോട്ട് വായൂ. ഇവിടെ ഇപ്പോൾ ഒരുവിധമൊക്കെ കഴിഞ്ഞല്ലോ. ലച്ചു പറയുമ്പോൾ വല്യമ്മമാരൊക്കെ പരസ്പരം ഒന്ന് നോക്കി. അവർ പരസ്പരം പറഞ്ഞത് കേട്ടിട്ടുള്ള അവളുടെ വാക്കുകൾ അവരെ വല്ലാതെ വേദനിപ്പിച്ചു. സാരില്ല വല്യമ്മേ, പറഞ്ഞതൊക്കെ അത്രയും ശരി തന്നെയാണ്. ഞാൻ പോകുവോളം ഞാൻ തന്നെ ഇവിടെയുള്ള ജോലിയൊക്കെ ചെയ്തോളാം. നിങ്ങൾക്ക് പറഞ്ഞ പോലെ എല്ലാം കൂടെ കഴിയില്ല. ഞാൻ കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ, അതുകൊണ്ടാ. പോയിട്ട് വാ. ലച്ചു പറയുമ്പോൾ ഇനിയൊന്നും പറയാനില്ലാത്ത പോലെ അവർ വാ അടച്ചു. വല്യമ്മമാരൊക്കെ പുറത്തേക്ക് പോയതും ലച്ചു ഹരി കിടക്കുന്ന അവളുടെ റൂമിലേക്ക് നടന്നു. വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. ചാരി കിടക്കുന്ന വാതിൽ തുറന്ന് ലച്ചു അകത്തേക്ക് കയറി. ഹരി ബെഡിൽ ചെരിഞ്ഞു കിടന്ന് ഉറങ്ങുകയാണ്. ശബ്ദമുണ്ടാക്കാതെ കുറച്ചു സമയം അവന്റെ അടുത്തിരുന്ന് അവന്റെ മുടിയിഴകളിലൊക്കെ തഴുകി തടഞ്ഞ ശേഷം ലച്ചു എഴുന്നേറ്റ് റൂമിൽ നിന്ന് പുറത്തേക്ക് നടന്നു. വല്യച്ഛന്മാരൊക്കെ എഴുന്നേറ്റ് പോയിട്ടുണ്ട്. ഇപ്പോഴാ വീട്ടിൽ ലച്ചും ഹരിയും റയാൻഷും മാത്രമാണുള്ളത്. ലച്ചു നേരെ മുകളിലേക്ക് നടന്നു. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോൾ അവളൊന്ന് തിരിഞ്ഞു നോക്കി. ഹാളിൽ രൂപ നടക്കുന്ന പോലെ, സെറ്റിൽ മാധവൻ ഇരിക്കുന്ന പോലെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ഒറ്റപ്പെടൽ അവരുള്ളപ്പോൾ ഉണ്ടായിരുന്നില്ല. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് മുകളിലേക്ക് നോക്കുമ്പോൾ മുന്നിൽ തന്നെ കൈയും കെട്ടി റയാൻഷ് നിൽക്കുന്നുണ്ട്. വീണ്ടും നിറയാൻ തുടങ്ങിയ കണ്ണുകളോടെ അവൾ തല താഴ്ത്തി. ഞാൻ വീട്ടിൽ പോവാ, കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം ഓഫീസിൽ പോവാൻ. രാത്രി വരാം. റയാൻഷ് നിന്നിടത്തുനിന്ന് മുന്നിലേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വന്നുകൊണ്ട് പറയുമ്പോൾ ലച്ചു മുഖം ഉയർത്തി അവനെ നോക്കി. ഇത്ര രാവിലെ എന്തിനാ പോകുന്നത്?
ഇവിടെ കിച്ചുവിന് ഡ്രസ്സ് ചെയ്യാനുള്ളതൊക്കെയുണ്ട്. ഇന്ന് പോവണ്ട പ്ലീസ്. ഇവിടെ നിൽക്കുവോ? അവൻ അടുത്തേക്ക് വന്നതും ലച്ചു പറഞ്ഞു നിർത്തി. അവസാനമായപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞതും ശബ്ദം ഇടറിയതും. നിന്റെ കരച്ചിലും വീഴ്ചയിലും ഒക്കെ കഴിഞ്ഞാൽ വിളിക്ക്. അങ്ങനെയാണെങ്കിൽ വരാം. റയൻ ഇത്തിരി ഗൗരവത്തിൽ പറയുമ്പോൾ ലച്ചുവിന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഇന്ന് പോവണ്ട കിച്ചുവേടാ പ്ലീസ്. ഇവിടെ നിൽക്കോ? കണ്ണിൽ കെട്ടി നിർത്തിയ കണ്ണുനീർ ഒഴുകിയിറങ്ങി കവളിൽ തട്ടി. റയാൻഷ് മുന്നോട്ട് വന്നവളുടെ തോളിയുടെ കൈയിട്ട് അവനോട് ചേർത്ത് നിർത്തി. പിന്നെ എന്തോ ആലോചിച്ചിട്ട് ചുറ്റും നോക്കി. ഇവിടെ ആരുമില്ല. എല്ലാരും ഓരോ ആവശ്യങ്ങൾക്ക് അവരുടെ വീട്ടിലേക്ക് പോയി. ഏട്ടൻ എഴുന്നേറ്റില്ല, ഉറങ്ങുക. ലച്ചു പറയുമ്പോൾ റയാൻഷ് ഒന്നും മൂളിക്കൊണ്ട് അവളെ അവനോട് ചേർത്ത് നിർത്തി. എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോകണം. ഓഫീസിൽ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സെല്ലാം അവിടെ എൻ്റെ വീട്ടിലാണ്. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഞാനിങ്ങോട്ട് വരാം. മതിയോ? എന്നാ കഴിച്ചിട്ട് പോവാം. ലച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കി പ്രതീക്ഷയോടെ പറയുമ്പോൾ പറ്റില്ലെന്ന് പറയാൻ അവനുമായില്ല. അവനെന്ന് മൂളിയതും ലച്ചു അടുക്കളയിൽ പോയി എല്ലാം എടുത്തു വന്ന് വിളമ്പി അവനെ കഴിപ്പിച്ചിട്ടാണ് വിട്ടത്. റയാൻഷ് കാറിൽ കയറി പോകുമ്പോൾ മുറ്റത്ത് അവനെ നോക്കിക്കൊണ്ട് ലച്ചു നിന്നിരുന്നു. അവൻ കണ്ണിൽ നിന്ന് മറയുവോളം അവൾ ആ നിൽപ്പ് നിന്നും. മിററിൽ കൂടി ആ കാഴ്ച കണ്ടവന്റെ ചുണ്ടിൽ ഭംഗിയുള്ള ഒരു ചിരി ഉണ്ടായിരുന്നു, പ്രണയത്തിന്റെ ചിരി. ലച്ചു അടുക്കളയിൽ ബാക്കിയുണ്ടായിരുന്ന ജോലി ചെയ്യുമ്പോഴാണ് ഹരി എഴുന്നേറ്റ് വരുന്നത്. ഇന്നലെ അവൻ എഴുന്നേറ്റ് വരുമ്പോൾ ആളും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നതിന് വേണ്ടി യാതൊരു അനക്കവും ഇല്ല. എല്ലാവരും പോയോ? അടുക്കള വാതിലിൽ നിന്ന് ലച്ചുവിനെ നോക്കി ഹരി ചോദിച്ചതും ലച്ചു തല കുലുക്കി. ഇത്ര വേഗം എല്ലാവരും പോയോ എന്ന ചിന്തയോടെ ഹരി മുകളിലെ അവന്റെ റൂമിലേക്ക് നടന്നു. റയൻ ഷോ അവനും പോയോ? 1-2 സ്റ്റെപ്പ് മുന്നിലേക്ക് നടന്ന ശേഷം തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. ലക്ഷ്യ പറയുമ്പോൾ ഹരി ഒന്നും മിണ്ടാതെ മുകളിലേക്ക് നടന്നു. റയാൻഷിനെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്നാണ് അവൻ ചിന്തിച്ചത്. എത്രയ്ക്കായാലും ഈ വരവും പോക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഹരി ഫ്രഷായി താഴേക്ക് വരുമ്പോൾ വല്യമ്മമാരൊക്കെ വന്നിട്ടുണ്ട്. ഹരി ഒന്നും മിണ്ടാതെ ഡൈനിങ് ടേബിളിൽ ഇരുന്നു. ലക്ഷ്യ തന്നെയാണ് അവന് വിളമ്പിക്കൊടുത്തത്. നീ കഴിച്ചോ? അവൻ ചോദിക്കുമ്പോൾ അവളൊന്ന് മോളി. റയാൻഷിന്റെ കൂടെ പേരിനിരുന്നതാണ്. ഇപ്പോഴും വിശപ്പില്ല. ഹരി മാർക്കോ വേണ്ടി കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റും ഒന്നും തൊണ്ടയിൽ നിന്നും ഇറങ്ങുന്നില്ല. ഈ സാഹചര്യം കൊണ്ട് ഇനിയൊന്ന് പൊരുത്തപ്പെടണം, എന്നാലേ ശരിയാകൂ. കഴിച്ചു കഴിഞ്ഞ് ഹരി സെറ്റിലേക്ക് ഇരുന്നു. ഓഫീസിൽ ഒത്തിരി വർക്കുണ്ട്. എല്ലാം ആകെ താളം തെറ്റിയാണ് കിടക്കുന്നത്. പക്ഷെ അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. ഒരു മടുപ്പ്. ഹരി ഫോൺ എടുത്ത് അവന്റെ പേഴ്സണൽ അസിസ്റ്റന്റിനെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഫോൺ വെച്ചു. പുറത്തൊരു കാറിന് ശബ്ദം കേട്ടതും ഹരി സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. റയാൻഷിന്റെ വീട്ടുകാരാണെന്ന് കണ്ടതും അവൻ താല്പര്യമില്ലാതെ അവിടെ തന്നെ നിന്നു. കാറിൽ നിന്ന് സുഭദ്രയും റയാൻഷിന്റെ അച്ഛൻ ദേവേന്ദ്രനും റോഷ്നിയും ഇറങ്ങി. ഹരി അവരെ 3 പേരെയും ഒന്ന് നോക്കി. വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് അവന്റെ മുഖം കടുത്തില്ല. റയാൻഷിന്റെ വല്യച്ഛന്മാർ ആരെങ്കിലും ആ കാറിലുണ്ടെങ്കിൽ അവനകത്തേക്ക് തിരിച്ചു പോവാമെന്ന് കരുതി നിൽക്കുമായിരുന്നു. കാരണം അവരൊക്കെ അന്ന് റയാൻഷിന്റെ ഓഫീസിൽ നിന്നും പറഞ്ഞ വാക്കുകൾ അവൻ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹരി ഇന്ന് ഓഫീസിൽ പോയില്ലേ? ദേവേന്ദ്രൻ മുന്നോട്ട് നടന്നുകൊണ്ട് ഹരി നോക്കി ചോദിച്ചു. ഹരി അതിനില്ലെന്ന് തലയാട്ടി. ഇരുന്നിടത്തുനിന്ന് അനങ്ങാൻ തോന്നുന്നില്ല. പിന്നെയാണ് ഓഫീസ്. പോവായിരുന്നില്ലേ? ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുമ്പോഴാണ് വേദന. സുഭദ്ര പറയുമ്പോൾ ഹരി ഒന്ന് ചിരിച്ചു. വേദനയിൽ കലർന്ന ഒരു ചിരി. അറിയാഞ്ഞിട്ടില്ല ആന്റി, ഒന്നിനും കഴിയുന്നില്ല. ആകെ ഒരു മടുപ്പ്. 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നോക്കണം. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം താളം തെറ്റി കിടക്കുവാണ്. ഹരി പറയുമ്പോൾ സുഭദ്ര അവന്റെ കവളിൽ തലോടി. എല്ലാം ശരിയാകും. അവരുടെ യോഗം അങ്ങനെയാകാം. അവരത് പറയുമ്പോൾ ഹരി ഒന്നും മിണ്ടിയില്ല. സുഭദ്ര അകത്തേക്ക് നടക്കുമ്പോൾ പിന്നാലെ റോഷ്നിയും നടന്നു. ദേവേന്ദ്രൻ അവിടെയുള്ള ചെയറിലിരുന്നപ്പോൾ ഹരിയും അദ്ദേഹത്തിന്റെ ഒപ്പം അവിടെ തന്നെ ഇരുന്നു. ലച്ചു. സുഭദ്രയുടെ ശബ്ദം കേട്ടും ഡൈനിങ് ടേബിളിലെ ഓരോന്നും അടുക്കളയിലേക്ക് കൊണ്ടുപോകുന്ന ലച്ചു തിരിഞ്ഞു നോക്കി. സുഭദ്രയും റോഷ്നിയെയും കണ്ടതും ലച്ചുവിന്റെ കണ്ണുകൾ വിടർന്നു. ആ വിടർന്ന കണ്ണുകളോടെ തന്നെ അവൾ അവിടെ അടുത്തേക്ക് നടന്നു വന്നു. അമ്മ, കുഞ്ഞി. ലച്ചു അവരുടെ അടുത്തേക്ക് വന്ന് 2 പേരെയും കയ്യിൽ പിടിച്ചു. സുഭദ്ര ലച്ചുവിനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. അപ്പം ലച്ചുവിന്റെ പിന്നിൽ അവരെ നോക്കി നിൽക്കുന്ന വല്യമ്മമാരെ നോക്കി ചിരിച്ചു. അവർ തിരിച്ചും ചിരിച്ചു കൊടുത്തു. നിങ്ങൾ കഴിച്ചിട്ടാണോ വന്നത്? ലച്ചു 2 പേരെയും കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ ലച്ചു ചോദിച്ചു. ഞങ്ങൾ കഴിച്ചിട്ട മോളെ വന്നത്, ഇനി ഒന്നും വേണ്ട. സുഭദ്ര പറയുമ്പോൾ ലച്ചു തലയാട്ടി. കുറച്ചു സമയം ഹാളിൽ നിന്ന് എല്ലാവരുടെയും കൂടെ സംസാരിച്ചു. ഹരിയും ദേവേന്ദ്രനും അകത്തേക്ക് വന്ന് അവിടെ കൂടെ ഇരുന്നു. ഹരി ലച്ചുവിന്റെ അടുത്താണ് ഇരുന്നത്. റോഷ്നി 2 പേരെയും മാറി മാറി നോക്കി. 2 ദിവസം കൊണ്ട് 2 പേരും ഒത്തിരി ക്ഷീണിച്ച പോലെ. കാഴ്ചയിൽ എന്നൊരാൾക്ക് മനസ്സിലാവും അവർ ആങ്ങളെയും പെങ്ങളുമാണെന്ന്. കാരണം 2 പേരും തമ്മിൽ അത്രയും സാമ്യതയുണ്ട്. ഹരിയുടെ മീശയും താടിയും എടുത്ത് മുടി നീട്ടി വളർത്തിയാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ് ലച്ചു. ലച്ചുവിന്റെ പുരികത്തിന് മാത്രം ഹരിയുടെ കട്ടിയുള്ള പുരികം വെച്ച് നോക്കുമ്പോൾ ഇത്തിരി കട്ടി കുറവ്. അല്ലാതെ ഒരുപോലെ തന്നെയാണ്. കിച്ചു, ഇനി എപ്പോഴാ വരുന്നെന്ന് പറഞ്ഞത്? ഒരു മീറ്റിംഗ് ഉണ്ടത്രേ, അത് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞത്. ദേവേന്ദ്രനെ നോക്കി ലച്ചു പറയുമ്പോൾ അദ്ദേഹം ഒന്ന് മൂളി.
അവന്റെ റൂമും ബെഡും വിട്ടൊരു കളിയും ഇല്ലാത്തവനാണ് ഇപ്പം ഭാര്യ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അതോർത്തതെ അദ്ദേഹത്തിന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, ഒഴിവ് പോലെ പിന്നെ വരാം. ദേവേന്ദ്ര സെറ്റിൽ നിന്നും എഴുന്നേറ്റും അതുവരെ വിടർന്ന മുഖത്തോടെ ഇരുന്ന് ലച്ചുവിന്റെ മുഖം വാടി. സുഭദ്രയും റോഷനിയും സെറ്റിൽ നിന്നും എഴുന്നേറ്റതും ലച്ചു റോഷനെ കയ്യിൽ പിടിച്ചു. റോഷനി ലച്ചുവിനെ നോക്കി. കുറച്ചു കഴിഞ്ഞു പോകാമാ? ധൈര്യമായി ലച്ചു സുഭദ്രയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. സുഭദ്ര ലച്ചുവിന്റെ കവളിൽ പതിയെ തലോടി. പോട്ടെ മോളെ, ഇനിയിപ്പോ ഇവിടെ എന്താ, ഒഴിവ് പോലെ പിന്നെ വരാം. മോള് കുറച്ചു ദിവസം ഇവിടെ തന്നെയല്ലേ? സുഭദ്ര ലച്ചുവിന്റെ കവളിൽ തലോടി സ്നേഹത്തോടെ പറഞ്ഞു. അവർ 3 പേരും അവിടെ നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ഉച്ച കഴിഞ്ഞ് കഴിക്കാനുണ്ടാവണം. പിന്നെ ഓരോന്നും ഒരുക്കിക്കൊടുത്ത് അവരിങ്ങനെ പിന്നാലെ നടക്കണം. എന്തിനാണ് വെറുതെ? പോട്ടെ. സുഭദ്ര ചോദിച്ചതും ലച്ചു തലയാട്ടി. അപ്പം റോഷനിയുടെ കയ്യിൽ പിടിച്ച് പിടി അയക്കുകയും ചെയ്തു. ആ കയ്യിൽ പിടി അയക്കുമ്പോൾ റോഷനി തല ചിരിച്ച് ലച്ചുവിനെ നോക്കി. ഞാൻ ഇവിടെ നിന്നാലോ? സുഭദ്രയ്ക്കും ദേവേന്ദ്രനും നടുവിലായി പുറത്തേക്ക് നടക്കുമ്പോൾ 2 പേരോടും കൂടെ റോഷനി ചോദിച്ചു. 2 പേരും ഒരുപോലെ അവളെ നോക്കി. പാവല്ലേ അമ്മ, കൈ പിടിച്ചങ്ങനെ പറഞ്ഞപ്പോ സങ്കടായി. ഞാൻ വൈകുന്നേരം വരാം പ്ലീസ്. തൊട്ടു പിന്നിൽ അവരെ യാത്രയക്കാൻ വന്ന ലച്ചുവിന്റെ കണ്ണുകൾ അത് കേട്ടുവിടാർന്നു. അത് വേണോ കുഞ്ഞെ? കിച്ചു പറഞ്ഞ വഴക്കു പറയും. സുഭദ്രയ്ക്ക് ആകെ ഒരു വല്ലായ്മ. കിച്ചു പറഞ്ഞ വഴക്കു പറയും. സുഭദ്രയുടെ വീട്ടിൽ പോലും റോഷനെ ഒറ്റയ്ക്ക് അവൻ നിൽക്കാൻ സമ്മതിക്കില്ല. ഏട്ടാ സമ്മതിക്കും. ഞാൻ പറയാം. പെട്ടെന്ന് പിന്നിൽ നിന്ന് ലച്ചു പറഞ്ഞത് 3 പേരും അവളെ നോക്കി. പ്ലീസ്. ആ മുഖം കണ്ടപ്പോൾ ഇതിന് പറയാൻ ആർക്കും തോന്നിയില്ല. എന്നാ ശരി, വൈകുന്നേരം തിരിച്ചു വായോ, ഞങ്ങൾ ഇറങ്ങട്ടെ. കഴിഞ്ഞതൊക്കെ ആലോചിച്ച് കരഞ്ഞിരിക്കരുത്. ഭക്ഷണമൊക്കെ കഴിക്കണം. 2 ദിവസം കൊണ്ട് പകുതിയായി. അല്ലെങ്കിൽ തന്നെ ആർക്കെങ്കിലും വേണ്ടി കൊത്തിപ്പറിക്കാണ് കഴിപ്പ്. ഭക്ഷണം കഴിക്കണം കേട്ടോ. സുഭദ്ര ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ ലച്ചുവിന്റെ മുഖം വിടർന്നു. റോഷനെ ഇവിടെ നിർത്തുമെന്ന് പറഞ്ഞ സന്തോഷമാണോ അതോ അവളെ ഇത്ര കരുതലോടെ ചേർത്ത് പിടിച്ച് സംസാരിക്കുന്ന സന്തോഷമാണോ അറിയില്ല. സന്തോഷം കൊണ്ട് ലച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവർ തന്നെ നോക്കി വാതിൽക്കൽ ചാരി നിൽക്കുന്ന ഹരിയുടെ ചുണ്ടിലും ഉണ്ടായിരുന്ന ആ അമ്മയുടെ കരുതൽ നിറഞ്ഞ വാക്കുകൾ കേട്ടുകൊണ്ടൊരു ചിരി. ദേവേന്ദ്രനും സുഭദ്രയും പോയതും റോഷനി ലച്ചുവിന്റെ തോളിൽ കയറ്റ് അവളെ ചേർത്ത് പിടിച്ചു. സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ലച്ചു റോഷനിയെ നോക്കി മനോഹരമായി ചിരിച്ചു. ആ ചിരി റോഷനിയിലും ഉണ്ടായിരുന്നു.